ഭഗവാന്റെ ആജ്ഞ ലഭിച്ചതോടെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിന് സജ്ജനായി. ഇനി 38-ാം ശ്ലോകത്തിൽ സൃഷ്ടി എന്നത് കേവലം ഒരാളുടെ മാത്രം ജോലിയല്ലെന്നും അതിന് പ്രകൃതിയുടെ ശക്തിയുടെ സഹായം എത്രത്തോളം ആവശ്യമാണെന്നും ഭഗവാൻ വ്യക്തമാക്കുന്നു. 38-ാം ശ്ലോകം പ്രകൃതിയുടെ സഹായം. സൃഷ്ടിയിൽ പുരുഷനും പ്രകൃതിയും എങ്ങനെ ഒത്തുചേരുന്നു എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. മത്പ്രകൃത്യാജ സഹിതഃ സൃജലോകാൻ സുവിസ്തരാൻ യഥാ പൂർവം തഥാ സൃഷ്ട്വാ കുരു കർമ്മ മുധാ മുനേ. പദാനുപദ അർത്ഥം: മത്പ്രകൃത്യ എൻ്റെ പ്രകൃതിയോടൊപ്പം, എൻ്റെ ശക്തിയോടൊപ്പം, സഹിതഃ കൂടിച്ചേർന്നവനായി, സൃജ സൃഷ്ടിച്ചാലും, ലോകാൻ ലോകങ്ങളെ, സുവിസ്തരാൻ നല്ല പോലെ വിസ്തൃതമായ വിശാലമായ, യഥാപൂർവം പണ്ടെപ്രകാരമായിരുന്നുവോ കഴിഞ്ഞ കൽപ്പത്തിൽ, തഥാ പ്രകാരം തന്നെ, സൃഷ്ട്വാ സൃഷ്ടിച്ചിട്ട്, കുരു ചെയ്താലും, കർമ്മ നിന്റെ ധർമ്മം, മുദാ സന്തോഷത്തോടെ, മുനെ ഹേ മുനെ സൂതൻ ശൗനകനോട് പറയുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാൻ പറഞ്ഞു, ഹേ ബ്രഹ്മാവേ, എൻ്റെ പ്രകൃതിയോടുകൂടി ചേർന്ന് നീ ഈ വിശാലമായ ലോകങ്ങളെ സൃഷ്ടിച്ചാലും, മുൻപത്തെ കൽപ്പങ്ങളിൽ എപ്രകാരമാണോ നീ സൃഷ്ടി നടത്തിയത് അപ്രകാരം തന്നെ ഇപ്പോഴും സന്തോഷത്തോടെ നിന്റെ കർമ്മം നിർവഹിച്ചാലും. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും ഈ ശ്ലോകം സൃഷ്ടിയുടെ ചില അടിസ്ഥാന തത്വങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രകൃതിയും പുരുഷനും സിനർജി. ബ്രഹ്മാവ് പുരുഷൻ അഥവാ അറിവ് മാത്രം വിചാരിച്ചാൽ സൃഷ്ടി നടക്കില്ല. അതിന് ഭഗവാന്റെ പ്രകൃതി ശക്തി അഥവാ ദ്രവ്യം ആവശ്യമാണ്. അറിവും പ്രയോഗവും തിയറി ആൻഡ് പ്രാക്ടീസ് ഒന്നിക്കുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. യഥാപൂർവം സൈക്ലിക് ക്രിയേഷൻ. സൃഷ്ടി എന്നത് പുതിയൊരു പരീക്ഷണമല്ല, അത് പണ്ട് നടന്നതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ ശാശ്വതമാണെന്ന് ഇത് കാണിക്കുന്നു. മുദ ഹാപ്പിനെസ് ഇൻ വർക്ക്. സന്തോഷത്തോടെ കർമ്മം ചെയ്യുക എന്നത് വലിയൊരു ഉപദേശമാണ്. ഒരു കടമ എന്ന നിലയിൽ ഭാരമായി ചെയ്യുന്നതിനേക്കാൾ ഈശ്വര സേവയായി സന്തോഷത്തോടെ ചെയ്യുന്ന കർമ്മമാണ് ഉത്തമം. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നീ നിന്റെ ജീവിതത്തിൽ എന്തു ചെയ്താലും അത് സന്തോഷത്തോടെ മുദ ചെയ്യുക. നിന്റെ അറിവിനെ ബ്രഹ്മാവ്, നിന്റെ കഴിവിനോട് പ്രകൃതി ചേർത്ത് വയ്ക്കുക. മുൻഗാമികൾ കാണിച്ചു തന്ന നല്ല വഴികളിലൂടെ യഥാപൂർവം സഞ്ചരിക്കുമ്പോൾ നിനക്ക് പിഴവുകൾ സംഭവിക്കില്ല. ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധം നിന്റെ കർമ്മത്തെ പവിത്രമാക്കും. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിക്കാൻ തുടങ്ങുന്നു. ഇനി 39-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാനോട് എന്താണ് മറുപടിയായി ചോദിച്ചത് എന്നും സൃഷ്ടിക്ക് മുൻപായി അവിടുന്ന് തേടിയ അനുഗ്രഹം എന്താണെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.